റോമിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെപ്പറ്റിയുള്ള ഏറ്റവും വിശദമായ സംഗ്രഹമാണ് ഈ ലേഖനത്തിൽ പൗലോസ് നൽകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം കേവലം ഒരു എഴുത്തല്ല, ഏറ്റവും നന്നായി ക്രമപ്പെടുത്തിയ ഒരു ലേഖനമാണ്. ആദിമസഭയിൽ യഹൂദ ക്രിസ്ത്യാനികളും യഹൂദേതര ക്രിസ്ത്യാനികളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും ക്രിസ്തു ശിഷ്യർ എങ്ങനെ ജീവിക്കണം, ദൈവത്തിന് എങ്ങനെ അംഗീകാരയോഗ്യരായി തീരണം എന്നതിനെപ്പറ്റിയും മറ്റും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. യഹൂദനായാലും യഹൂദേതരനായാലും വിശ്വസിക്കുന്ന ജനത്തെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തമായ വഴികളെ സവിശേഷമായി പൗലോസ് ഈ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നു. വർഷങ്ങൾക്കു മുമ്പ് റോമിൽ നിന്ന് പുറത്താക്കപ്പെട്ട യഹൂദ ക്രിസ്ത്യാനികളും യഹൂദേതര ക്രിസ്ത്യാനികളും ഉൾപ്പെട്ട ക്രിസ്തുവിന്റെ അനുയായികൾ റോമിൽ മടങ്ങിവന്നതിനു ശേഷം AD 55-56 പൗലോസ് സ്വയം പരിചയപ്പെടുത്തി അവർക്ക് എഴുതിയതാണ് ഈ ലേഖനം. മധ്യധരണി പ്രദേശങ്ങളിലുള്ള ക്രിസ്ത്യാനികളും റോമിലുള്ള ക്രിസ്ത്യാനികളും ഒന്നിലധികം വിധത്തിൽ സുവിശേഷത്തെ മനസ്സിലാക്കിയിരുന്നു. റോമിലും യെരുശലേമിലുമുള്ള യഹൂദ ക്രിസ്ത്യാനികൾ മോശയുടെ ന്യായപ്രമാണത്തെ പിന്തുടർന്നു. എന്നാൽ യഹൂദേതര ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഏതാണ് ശരി? മോശയുടെ ന്യായപ്രമാണത്തിന് യഹൂദേതര ക്രിസ്ത്യാനികളിൽ എന്ത് സ്ഥാനമാണ് ഉള്ളത്? ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള സുവിശേഷം പങ്കുവെക്കുന്നതിൽ ഇസ്രായേൽ ജനം എങ്ങനെ യോജിക്കും തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇസ്രായേലിന്റെ പൂർവികനായ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തത്തിലും ദൈവത്തിന് അംഗീകാരയോഗ്യമായ വിശ്വാസത്തിലും സുവിശേഷത്തിന്റെ അടിസ്ഥാനം ആരംഭിക്കുന്നതായി പൗലോസ് ഈ ലേഖനത്തിൽ പഠിപ്പിക്കുന്നു. അതിനുശേഷം മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും നൽകപ്പെട്ട ന്യായപ്രമാണത്തിൽ ദൈവജനം എങ്ങനെ ജീവിക്കണം എന്നും വെളിവാക്കിയിരിക്കുന്നു. എന്നിട്ടും കുറെ കഴിഞ്ഞ് ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാത്ത ജനത്തിന്റെ പാപം ക്ഷമിക്കുന്നതിനും വിശ്വാസത്താൽ അംഗീകരിക്കപ്പെടുന്നതിനും ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു. അതുകൊണ്ട് ന്യായപ്രമാണം പ്രയോജനരഹിതമാണെന്നോ ന്യായപ്രമാണത്തിന്റെ അനുയായികൾ ദൈവജനത്തിന്റെ ഭാഗമല്ല എന്നോ അർത്ഥമാകുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മാത്രമാണ് ദൈവത്തിന് പൂർണ്ണമായി അംഗീകാരയോഗ്യർ എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. റോമിലേക്കുള്ള പൗലോസിന്റെ യാത്ര ആസൂത്രണം ചെയ്യുന്നതിനു മുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം അവിടെയുണ്ടായിരുന്നു. യേശുവിന്റെ അനുയായികളല്ലാത്ത യഹൂദരും ക്രിസ്തു വിശ്വാസികളും തമ്മിൽ വലിയ മത്സരം ഉടലെടുത്തിരുന്നു. റോമ ചക്രവർത്തിയായ ക്ലൗദ്യോസ് AD 49-50 അവരെ റോമിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കപ്പെട്ട ക്രിസ്തു വിശ്വാസികളിൽ ഭാര്യാഭർത്താക്കന്മാരായ പ്രിസ്കയും അക്വിലാവും ഉണ്ടായിരുന്നു. അവർ പിന്നീട് പൗലോസിനോട് കൂടെ കൊരിന്തിലും എഫെസോസിലും കൂടാരപ്പണി നടത്തിയവരുമാണ്. ഒടുവിൽ വിശ്വാസികളിൽ പലരും റോമിലേക്ക് തിരികെ പോന്നു. സ്പെയിനിലേക്കുള്ള പൗലോസിന്റെ യാത്രാമധ്യേ അവരെ സന്ദർശിക്കാമെന്ന് ആശിക്കുകയും ചെയ്തു. ഈ യാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ മാസിഡോണിയ, അഖായ പ്രദേശങ്ങളിലുള്ള യഹൂദേതര ക്രിസ്ത്യാനികളിൽ നിന്ന് പൗലോസ് ശേഖരിച്ച ധനം യെരുശലേമിലെ സഭയുടെ ആവശ്യത്തിനായി അവിടെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായും വന്നു. അവിടെയുള്ള യഹൂദ ക്രിസ്ത്യാനികൾക്കും ഈ ലേഖനത്തിലുള്ള ഉപദേശങ്ങൾ സ്വീകാര്യമാകുമെന്ന് പൗലോസ് ആശിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ എഴുത്തുകാരൻ പറയുന്നത് റോമ ചക്രവർത്തിയുടെ തടവുകാരനായിട്ടാണ് പൗലോസ് റോമ പട്ടണത്തിൽ എത്തുന്നത് എന്നാണ്. പൗലോസ് ഒരിക്കലെങ്കിലും സ്പെയിനിലെത്തി എന്നോ സുവിശേഷം പ്രസംഗിച്ചു എന്നോ വേദപുസ്തകം പറയുന്നില്ല. അധ്യായം 1. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനായല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം
സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിലെന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അതു രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ചറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടുവരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതായിരിക്കേണ്ടതിനു തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്ത ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കിക്കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. ഉരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു.